ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു അസ്നാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ കുക്കിംഗ് ആയിട്ടൊന്നുമല്ല കേട്ടോ വന്നിട്ടുള്ളത്. ഇതൊരു കുഞ്ഞു ഹോം ടൂറായിട്ടാണ്. എൻ്റെ അക്കാക്കാൻ്റെ വീടാണ്. അതായിട്ടാണ് നമ്മളിന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് 2 ദിവസത്തിനൊന്ന് വിരുന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഹോം ടൂറാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ മുറ്റാണിത്. മുറ്റത്തൊക്കെ കട്ട പതിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണിത് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. പിന്നെ കാർപോർച്ച് മുന്നിൽ ഷീറ്റ് ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് അകത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് സിറ്റ് ഔട്ട്. അതിൽ 2 മരത്തിൻ്റെ ചെയർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ഡോർ, മെയിൻ ഡോറ്. അത് കഴിഞ്ഞാൽ ഡൈനിങ് ഏരിയ ആണ്. ഒരുപാട് ഇൻറ്റീരിയേഴ്സും ചെയ്തിട്ടുണ്ട്. ജിപ്സം വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള വീട് തന്നെയാണ് കേട്ടോ. അപ്പോൾ വുഡിൻ്റെ ചെയറും കാര്യങ്ങളും. പിന്നെ ഇത് ദുബായിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. പിന്നെ ഇവിടെ അധികവും കാണാൻ പറ്റുന്നത് ഐക്കൻ്റെ പ്രൊഡക്റ്റുകളാവും കേട്ടോ. അപ്പോൾ വാങ്ങിച്ചവരൊക്കെ എല്ലാവരുടെ അടുത്തും ഒരുവിധം വീഡിയോസിലൊക്കെ കാണാറുമുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ക്ലോക്കൊക്കെ ഇവിടെ ഹാളിൽ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ആയത്തുൽ കുർസി. പിന്നെ ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചണിൻ്റെ ഏരിയ. അപ്പോൾ ഇവിടെ ഒരു സിങ്ക് പിന്നെ ഓവണും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ എയർ ഫ്രയർ. ഈ 2 ചെയർ ഉണ്ടല്ലോ ഈ ഓപ്പൺ കിച്ചൻ്റെ ഏരിയയിൽ അതും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഇവിടെ കാണാം. അപ്പോൾ ലൈറ്റ് ഓൺ ആക്കിയിട്ടുള്ള വ്യൂക്കാണ് ഞാൻ കാണിക്കുന്നത്. വാഷ് ബേസിൻ്റെ ഏരിയയൊക്കെ നന്നായിട്ട് കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ ഇൻറ്റീരിയറൊക്കെ ചെയ്ത്. അപ്പോൾ 5 വർഷമായി ഇത് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട്. എന്നാലും ഇത് ഇപ്പോഴും പുതിയ പോലെ തന്നെയാണ് കാണുക. നല്ല സ്പേസ് ഉണ്ട് ഡൈനിങ് ഹാളിൽ തന്നെ. ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഓപ്പൺ കിച്ചൺ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരുപാട് സ്റ്റോറേജും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഫിലിപ്സിൻ്റെ എയർ ഫ്രയറാണ്. ഇതൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. പിന്നെ ഊട്ടിച്ചി ഉണ്ട്. പിന്നെ ഒരുപാട് ഗ്ലാസ് കപ്പുകൾ കാര്യങ്ങൾ ഈ സ്റ്റോറേജിലൊക്കെ ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പിന്നെ മക്കളെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരുപാട് ഐസ്ക്രീമിൻ്റെ കപ്പുകൾ, പിന്നെ പ്ലേറ്റ്, കപ്പ്, സാസർ കാര്യങ്ങൾ, ഒരുപാട് പ്ലേറ്റും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്ന് തന്നെയാണ്. ഐക്കൻ്റെ പ്രൊഡക്ട്സ് ഉണ്ട് ഒക്കെ. ഇതിന് ഒരുപാട് സ്റ്റോറേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും പുറത്ത് കണ്ട് വലിച്ചു വാരിയിടേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ഫ്രിഡ്ജിൻ്റെ കോർണറാണിത്. പിന്നെ അവിടെ നിന്ന് വന്നതിന് ശേഷം ഹാൾ തന്നെയാണ്. അവിടുന്ന് ഈ ഓഫീസ് റൂമായിട്ട് ഇവിടെ ഒന്നും ഇതില്ല, പാർട്ടീഷൻ ചെയ്തിട്ടില്ല. ഇത് ഒന്നായിട്ട് ഓപ്പൺ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ മെയിൻ ഡോർ കഴിഞ്ഞ ഉടനെ തന്നെ ഇടത് ഭാഗത്തേക്കായിട്ട് നമ്മുടെ സോഫയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സോഫ കഴിഞ്ഞ ഉടനെ തന്നെ മുകളിലേക്കുള്ള സ്റ്റെയർ കേസും ഉണ്ട്. അവിടെ നിന്ന് അങ്ങ് താഴെ നമുക്ക് പിന്നെ 2 ബെഡ്റൂമാണുള്ളത്. അപ്പോൾ ഇതാണ് ബെഡ്റൂം. അപ്പോൾ ഇൻറ്റീരിയർ ജിപ്സം വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കർട്ടനൊക്കെ സ്ലൈഡിങ് തന്നെയാണ് കേട്ടോ. പിന്നെ ആ ബെഡ്റൂമിൽ ബാത്റൂം അറ്റാച്ച്ഡ് തന്നെയാണ്. അത് കഴിഞ്ഞതാ ഈ ഒരു വാഷ് ബേസ് ഉണ്ടല്ലോ, ഇതിൻ്റെ 2 സൈഡിലായിട്ടാണ് 2 ബെഡ്റൂം നിൽക്കുന്നത്. അപ്പോൾ നേരത്തെ കണ്ട ബെഡ്റൂം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ആ ഒരു വാഷ് ബേസ് കഴിഞ്ഞ് ഇപ്പുറത്ത് ഇടതുവശം ഒരു ബെഡ്റൂമും വലതുവശം ഒരു ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ 2 മക്കളുടെ ബെഡ്റൂം തന്നെയാണിത് കേട്ടോ. മുകളിൽ ഇത് വേറൊരു മോഡലിലാണ് ജിപ്സം വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ വാൾപേപ്പറും കാര്യങ്ങളൊക്കെ പുതിൽ വന്നതുകൊണ്ട് തന്നെ കുറച്ച് കേട് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നാലും കാണാൻ അടിപൊളിയാണ് ഇവിടെ ഈ വാൾപേപ്പറും കാര്യങ്ങളൊക്കെ കേട്ടോ. അതേ കളറിലുള്ള ബെഡ്ഷീറ്റും കാര്യങ്ങൾ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു ബാത്റൂമുണ്ട്. അപ്പോൾ അടിപൊളി വീടാണ്. അപ്പം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും മറക്കരുത്. അപ്പോൾ ആ ബെഡ്റൂമിൽ തന്നെ ഒരു മിററൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഡ്രസ്സിങ് ടേബിൾ എന്ന പോലെ. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് അലമാറകളും വരുന്നുണ്ട്. ഇതെല്ലാം ഡി ലൈഫിൻ്റെ കമ്പനി ഉണ്ടല്ലോ, ആ ഡി ലൈഫിൻ്റെ ഒന്ന് ചെയ്യിച്ചെടുത്തിട്ടുള്ളതാണ്.
കട്ടിലും അലമാറയും പിന്നെ ഇതാ ഈ ഒരു സ്റ്റഡി ടേബിളിൻ്റെ ഈ ഒരു സെറ്റും ഒക്കെ. മറ്റേ റൂമിലും ഇതുപോലെ തന്നെ സ്റ്റഡി ടേബിളിൻ്റെ ഇതേപോലെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മക്കളെ റൂമായതുകൊണ്ട് തന്നെ കിഡ്സ് റൂമാക്കിയിട്ടൊന്നും ചെയ്തിട്ടില്ല, ഒക്കെ നോർമലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കാണാനും അടിപൊളിയാണ്. അപ്പോൾ ഇതാ ഈ ഡൈനിങ് ഏരിയയിൽ തന്നെ ഇതാ മുകളിലായിട്ട് ഇതാ ഇങ്ങനെ ഒരു വർക്കും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ അപ്പുറത്തേക്ക് ആണെങ്കിൽ അടുക്കള, പിന്നെ മുകളിലേക്ക് സ്റ്റെയർ കേസ് കഴിഞ്ഞിട്ട് വേറെ ഒരു ബെഡ്റൂമും കൂടി ഉണ്ട്. മാസ്റ്റർ ബെഡ്റൂം അവിടെയാണ്. അപ്പോൾ ഇതാ നല്ല സെറാമിക്കിൻ്റെ ഒരു പോട്ടൊക്കെ ഉണ്ട്. ഇനി മുകളിലത്തെ വിശേഷം കാണാം. മുകളിൽ ഒരു ബെഡ്റൂമാണുള്ളത്, പിന്നെ ഒരു കുഞ്ഞ് ഹാളും പിന്നെ സിറ്റ് ഔട്ടാണുള്ളത്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ലോണ്ട്രി ഏരിയ ആയിട്ട് തുണിയൊക്കെ അലക്കിയിട്ട് ഇടാനൊക്കെ ഒരു കുഞ്ഞ് സ്പേസും കൂടിയിട്ട്. അപ്പോൾ ഇത് വലിയ വീടൊന്നുമല്ല, എന്നാലോ അത്യാവശ്യത്തിന് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു അടിപൊളി ലുക്കുള്ളൊരു വീട് തന്നെയാണ്. അപ്പോൾ വലിയ വീടോ കാര്യങ്ങളോ അല്ലാതെ എല്ലാ സ്പേസിലും എല്ലാ ആവശ്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു അടിപൊളി വീട്. അപ്പോൾ ഒരു കുഞ്ഞ് സ്പേസാണ് ഇവിടെ. ഇത് ഈ സ്റ്റെയർ കേസ് കയറി വന്ന ഉടനെ തന്നെ ഈ ഒരു ഏരിയയിൽ നമുക്ക് അയണിങ് ബോക്സും അതിൻ്റെ സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് കേട്ടോ. താഴത്തെ ബെഡ്റൂമിലേക്കാളൊക്കെ നല്ല സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഇതിൻ്റെ ബെഡും കാര്യങ്ങളും തന്നെ അടുത്തേക്കാൾ സൈസും കൂടുതലാണ്. ഇത് ക്യൂൺ സൈസാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അക്കാക്കും ഫാമിലി. പിന്നെ മക്കൾക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് മൊമെൻറ്റോയും കാര്യങ്ങളും സർട്ടിഫിക്കറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂമുണ്ട്. അതിനോട് ചാരി തന്നെ കുറഞ്ഞ് ഒരു ഡ്രസ്സിങ് സ്പേസും പിന്നെ ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. എല്ലാ ബാത്റൂമിലും മിററും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, വാഷ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ താഴത്തെ പോലെ തന്നെ ഇവിടെ ഒരു മിററും ഒക്കെ കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു കബോർഡും. ഇതാണ് ഈ റൂമിലുള്ള അലമാര. അത് കഴിഞ്ഞ് നേരെ ആ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ മുകളിലേക്ക് ഫ്രണ്ടിലേക്ക് വ്യൂ കാണാം കേട്ടോ. അപ്പോൾ സിറ്റ് ഔട്ടും പിന്നെ അവിടെ ഒരു കുഞ്ഞു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുട്ടികളെ കൊണ്ടൊക്കെ ഒന്ന് ഊഞ്ഞാലൊക്കെ ആടാൻ വേണ്ടിയിട്ട് ഒരു ഊഞ്ഞാലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞ് സ്പേസേ ഉള്ളൂ അവിടെ സിറ്റ് ഔട്ടിൽ നിന്ന്. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ സ്റ്റെയർ കേസ് ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ടാണ് നമ്മുടെ ഓപ്പൺ ടെറസ് വരുന്നത്. അവിടെ ഒരു ലോണ്ട്രി ഏരിയ കൊടുത്തിട്ടുണ്ട്. നമ്മളെ തുണികളൊക്കെ അലക്കിയിടാനുള്ള സ്പേസും അയലുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. ഇനി താഴത്തെ നിലയ്ക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും മെയിനായിട്ട് നമുക്കൊക്കെ ഏറ്റവും സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ട ഏരിയ തന്നെയാണല്ലോ നമ്മുടെ കിച്ചൺ. ആ കിച്ചണിൻ്റെ ഏരിയയും കൂടി കാണാം. അപ്പോൾ ഒരു കുഞ്ഞ് ടേബിൾ, 4 ആൾക്ക് ഇരിക്കാൻ പറ്റിയിട്ടുള്ള കുഞ്ഞ് കസാലയുള്ള ഒരു അടിപൊളി ഒരു മേശ കൊടുത്തിട്ടുണ്ട് ഇവിടെ, കുഞ്ഞ് ഡൈനിങ് ടേബിൾ. അപ്പോൾ പിന്നെ ഇതാണ് സ്പേസ് അടുക്കളയുടെ. നമുക്ക് ഇലക്ട്രിക് ചിമ്മിനിയും 4 ബർണറുള്ള അടുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഒരുപാട് സ്റ്റോറേജ് ഉണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. എല്ലാ ഭാഗത്തും നമുക്ക് ഒരുപാട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്, മുകളിലാണെങ്കിലും താഴെയാണെങ്കിലും ഒക്കെ. അപ്പം നമുക്ക് പെട്ടെന്ന് ഇത് പരന്നൊന്നും കിടക്കത്തില്ല, എല്ലാം അവിടെ സ്പേസുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാണ് രാത്രിയിലെ വ്യൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഹോം ടൂർ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. സൈനിങ് ഔട്ട്, അസ്ന സക്കീർ.